സോ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് റെസിപ്രോക്കേറ്റിംഗ് പമ്പ്സിനെ കുറിച്ചാണ്. സോ നമുക്കറിയാം മെക്കാനിക്കൽ എനർജിയെ ഹൈഡ്രോളിക് എനർജിയാക്കി കൺവേർട്ട് ചെയ്യുന്ന ഡിവൈസസ് ആണ് പമ്പ്സ് എന്ന് പറയുന്നത്. സോ മെക്കാനിക്കൽ എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂവ് ചെയ്യുന്ന എല്ലാ ബോഡിയിലും ഉള്ള എനർജിയാണ് മെക്കാനിക്കൽ എനർജി. സോ ആ എനർജിയെ നമ്മൾ ഫ്ലൂയിഡിൻ്റെ ഹൈഡ്രോളിക് എനർജിയാക്കി മാറ്റും, അല്ലെങ്കിൽ ഫ്ലൂയിഡിൻ്റെ പ്രഷർ എനർജിയാക്കി മാറ്റും. ഈ കേസിൽ നമ്മൾ ഹൈഡ്രോളിക് എനർജി കൊണ്ട് മീൻ ചെയ്യുന്നത് പ്രഷർ എനർജിയാണ്. സോ നമ്മൾ എന്ത് ചെയ്യും, പമ്പ് യൂസ് ചെയ്തിട്ട് മെക്കാനിക്കൽ എനർജിയെ ഫ്ലൂയിഡിൻ്റെ ഹൈഡ്രോളിക് എനർജി അഥവാ പ്രഷർ എനർജിയാക്കി കൺവേർട്ട് ചെയ്യും. ദെൻ നമുക്കറിയാം സെൻട്രിഫ്യൂഗൽ പമ്പിൻ്റെ കേസിൽ ഈ ഒരു കൺവേർഷൻ നടക്കുന്നത് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് യൂസ് ചെയ്തിട്ടാണ്. മെക്കാനിക്കൽ എനർജിയെ ഹൈഡ്രോളിക് എനർജിയാക്കി കൺവേർട്ട് ചെയ്തിരുന്നത് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ഉപയോഗിച്ചാണെങ്കിൽ ആ ടൈപ്പ് പമ്പിനാണ് നമ്മൾ സെൻട്രിഫ്യൂഗൽ പമ്പ് എന്ന് പറയുന്നത്. സോ ഇനി റെസിപ്രോക്കേറ്റിംഗ് പമ്പ് എങ്ങനെയാണ് ഈ കൺവേർഷൻ നടത്തുന്നത്, അതായത് മെക്കാനിക്കൽ എനർജി എങ്ങനെയാണ് ഹൈഡ്രോളിക് എനർജി ആക്കുന്നത് നമുക്ക് നോക്കാം. സോ ഇതിൻ്റെ വർക്കിംഗ് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് സിറിഞ്ച് അറിയാം. സിറിഞ്ച്, ഇപ്പോൾ ഒരു സിറിഞ്ചിലേക്ക് നമ്മൾ കുറച്ച് വെള്ളം എടുത്തിട്ട് അതിൻ്റെ ഔട്ട്ലെറ്റ് നമ്മൾ അടച്ചു പിടിച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും, പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് പറ്റും, ഈ ഒരു ഫ്ലൂയിഡിൻ്റെ പ്രഷർ ഇൻക്രീസ് ചെയ്യും. സോ അതുപോലെ നമ്മുടെ റെസിപ്രോക്കേറ്റിംഗ് പമ്പിനകത്ത് ഒരു പിസ്റ്റൺ സിലിണ്ടർ അറേഞ്ച്മെൻ്റ് ഉണ്ട്. ആ സിലിണ്ടറിനകത്തേക്ക് നമ്മൾ ഫ്ലൂയിഡിനെ കയറ്റിയതിന് ശേഷം ഈ പിസ്റ്റണിൻ്റെ ത്രസ്റ്റ് ഫോഴ്സ് ഉപയോഗിച്ചുകൊണ്ട് പിസ്റ്റൺ ഉപയോഗിച്ച് ആ ഫ്ലൂയിഡിലേക്ക് ഒരു ത്രസ്റ്റ് ഫോഴ്സ് കൊടുക്കും, അതായത് ഒരു പ്രസ്സിങ് ഫോഴ്സ്. അങ്ങനെ പ്രസ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യും, പ്രഷർ ഇൻക്രീസ് ചെയ്യിപ്പിക്കും, ഫ്ലൂയിഡിൻ്റെ പ്രഷർ ഇൻക്രീസ് ചെയ്യിപ്പിക്കും. സോ അങ്ങനെ ഒരു കൺവേർഷനാണ് ഇവിടെ നടക്കുന്നത്. സോ ഇവിടെ എന്താണ്, ഒരു ക്ലോസ്ഡ് കണ്ടെയ്നറിലേക്ക് എന്ത് ചെയ്യണം, ഒരു സിലിണ്ടറിലേക്ക് ഫ്ലൂയിഡിനെ കയറ്റിയതിന് ശേഷം ഒരു പിസ്റ്റൺ ഉപയോഗിച്ച് പ്രസ് ചെയ്ത് അല്ലെങ്കിൽ ത്രസ്റ്റ് ഫോഴ്സ് കൊടുത്തുകൊണ്ടാണ് നമ്മൾ ഫ്ലൂയിഡിൻ്റെ പ്രഷർ ഇൻക്രീസ് ചെയ്യുന്നത് അഥവാ മെക്കാനിക്കൽ എനർജിയെ ഹൈഡ്രോളിക് എനർജിയാക്കി കൺവേർട്ട് ചെയ്യുന്നത്. സോ അങ്ങനെയുള്ള ഡിവൈസസിനാണ് നമ്മൾ എന്ത് പറയുന്നത്, റെസിപ്രോക്കേറ്റിംഗ് പമ്പ് എന്ന് പറയുന്നത്. സോ ഇനി നമുക്ക് റെസിപ്രോക്കേറ്റിംഗ് പമ്പിൻ്റെ പാർട്സ് നോക്കാം, എന്തൊക്കെയാണ് പാർട്സ് ഉള്ളത്. സോ ഫസ്റ്റ് നമുക്ക് കാണാം ഒരു പിസ്റ്റൺ സിലിണ്ടർ, ഒരു സിലിണ്ടറും ഉണ്ട്, ആ സിലിണ്ടറിനകത്ത് സ്ലൈഡ് ചെയ്യുന്ന ടൈപ്പിൽ ഒരു പിസ്റ്റണും ഉണ്ട്. ദെൻ പിസ്റ്റൺ എന്നൊരു പിസ്റ്റൺ റോഡുണ്ട്. ഈ പിസ്റ്റൺ റോഡ് നമ്മളൊരു കണക്റ്റിംഗ് റോഡുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഈ കണക്റ്റിംഗ് റോഡ് പിസ്റ്റൺ റോഡിനെയും ഇവിടെ ഒരു ക്രാങ്ക് ഉണ്ട്, ആ ക്രാങ്കിനെയും തമ്മിൽ കണക്ട് ചെയ്യും. സോ അതുകൊണ്ടാണ് കണക്റ്റിംഗ് റോഡ് എന്ന് പറയുന്നത്. ദെൻ ഈ ക്രാങ്ക് എന്താണ്, റൊട്ടേറ്റിംഗ് പാർട്ടാണ്. ഈ ക്രാങ്കിന് എന്ത് ചെയ്യാൻ പറ്റും, റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും, ഈ ഒരു ലിങ്കിനെ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. സോ ഈ ഒരു ക്രാങ്ക് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഈ കണക്റ്റിംഗ് റോഡ് ഈ ഒരു പിസ്റ്റൺ റോഡിനെ റെസിപ്രോക്കേറ്റ് ചെയ്യിപ്പിക്കും, ടു ആൻഡ് ഫ്രോ മോഷൻ ഉണ്ടാക്കും. സോ അതാണ് നമ്മുടെ എന്ത് സ്ലൈഡർ ക്രാങ്ക് മെക്കാനിസം എന്ന് പറയുന്നത്. സോ ഇനി നമ്മൾ സാധാരണ പമ്പ്സിനൊക്കെ ഉള്ളതുപോലെ ഒരു സക്ഷൻ പൈപ്പ് ഉണ്ട്, ദെൻ ഒരു ഡെലിവറി പൈപ്പ് ഉണ്ട്, രണ്ട് വാൽവ്സ് ഉണ്ട്, ഒരു സെക്ഷൻ വാൽവ് ഉണ്ട്, ഡെലിവറി വാൽവ് ഉണ്ട്. ദെൻ ഈ ഫിഗർ തന്നെ നമുക്ക് കാണാം ഈ ഒരു പിസ്റ്റണിൻ്റെ അല്ലെങ്കിൽ ഈ പിസ്റ്റൺ സിലിണ്ടർ അറേഞ്ച്മെൻറ്റിൻ്റെ സെൻറ്റർ ലൈനാണ്. അതായത് ഈ സെൻറ്റർ ലൈനും നമ്മുടെ സമ്പ് ലെവലും, പിസ്റ്റൺ സിലിണ്ടർ അറേഞ്ച്മെൻറ്റിൻ്റെ അല്ലെങ്കിൽ പിസ്റ്റണിൻ്റെ സെൻറ്റർ ലൈനും സമ്പിൻ്റെ ലെവലും തമ്മിലുള്ള ഹൈറ്റാണ് നമ്മുടെ സക്ഷൻ ഹെഡ് എന്ന് പറയുന്നത്. അതുപോലെ ഡെലിവറി ഹെഡ് എന്ന് പറയുന്നത് HD എന്ന് പറയുന്നത് ഈ പിസ്റ്റണിൻ്റെ സെൻറ്ററും സെൻറ്റർ ലൈനും then എന്താണ് ഈ ഡെലിവറി പൈപ്പിൻ്റെ ഔട്ട്ലെറ്റ്, ഇവിടെ നിന്നാണ് വെള്ളം പുറത്തേക്ക് പോകുന്നത്. സോ ആ ഒരു ഹൈറ്റ്, ഈ ഡെലിവറി പൈപ്പിൻ്റെ ഔട്ട്ലെറ്റിൻ്റെ ആ ഒരു ലെവലും നമ്മുടെ പിസ്റ്റണിൻ്റെ സെൻറ്റർ ലൈനും തമ്മിലുള്ള ഹൈറ്റാണ് ഡെലിവറി ഹെഡ് എന്ന് പറയുന്നത്. സക്ഷൻ ഹെഡ് എന്താണ്, സമ്പ് ലെവലും ആ സെൻറ്റർ ലൈനും തമ്മിലുള്ള ഹൈറ്റ്. ഒരു റെസിപ്രോക്കേറ്റിംഗ് പമ്പിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്ടാണ് വാൽവ്സ് എന്ന് പറയുന്നത്. സോ ഇവിടെ ഒരു സക്ഷൻ വാൽവ് ഉണ്ട്, ഇവിടെ ഒരു ഡെലിവറി വാൽവ് ഉണ്ട്. ഈ രണ്ട് വാൽവുകളും യൂണി ഡയറക്ഷണൽ വാൽവാണ്, അല്ലെങ്കിൽ നോൺ റിട്ടേൺ വാൽവാണ്. ഈ രണ്ട് വാൽവുകളും ഒരു ഡയറക്ഷനിൽ മാത്രമേ ഫ്ലോ അനുവദിക്കുകയുള്ളൂ. അപ്പോൾ ഈ സക്ഷൻ വാൽവ് ഈ ഡയറക്ഷനിൽ മാത്രമേ ഓപ്പൺ ആവുള്ളൂ, മുകളിലേക്ക് മാത്രമേ ഓപ്പൺ ആവുള്ളൂ, താഴേക്ക് വെള്ളം പോകാൻ അനുവദിക്കത്തില്ല, താഴേക്ക് വാട്ടറിനെ ഫ്ലോ ചെയ്യാൻ അനുവദിക്കത്തില്ല, മുകളിലേക്ക് മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ഈ ഒരു വാൽവ് തുറക്കത്തുള്ളൂ.
അതുപോലെ തന്നെ ഡെലിവറി വാൽവും മുകളിലേക്ക് മാത്രമേ എന്ത് ചെയ്യുള്ളൂ, വാട്ടറിനെ പോകാൻ അനുവദിക്കുകയുള്ളൂ, താഴേക്ക് വാട്ടറിന് പോകാൻ സമ്മതിക്കത്തില്ല. സോ അങ്ങനെയുള്ള വാൽവ് നമ്മൾ എന്ത് പറയും, നോൺ റിട്ടേൺ വാൽവ് എന്ന് പറയും, നോൺ റിട്ടേൺ വാൽവ്. സോ അപ്പോൾ ഇവിടുത്തെ സക്ഷൻ വാൽവും ഡെലിവറി വാൽവും നോൺ റിട്ടേൺ വാൽവുകളാണ്. ഒരു ഡയറക്ഷനിൽ മാത്രമേ വാട്ടറിനെ ഫ്ലോ ചെയ്യാൻ അനുവദിക്കുകയുള്ളൂ. അതേ ഡയറക്ഷനാണ്, വാട്ടറിനെ മുകളിലോട്ട് മാത്രമേ എന്ത് ചെയ്യുള്ളൂ, പോകാൻ അനുവദിക്കുകയുള്ളൂ, താഴേക്ക് ഇറങ്ങി വരാൻ എന്ത് ചെയ്യില്ല, സമ്മതിക്കില്ല. സോ നമുക്കറിയാം വാട്ടർ എപ്പോഴാണ് ഫ്ലോ ചെയ്യുന്നത്, ഒരു പ്രഷർ ഗ്രേഡിയൻ്റ് ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, വാട്ടർ ഫ്ലോ ചെയ്യുള്ളൂ. എപ്പോഴും ഹൈ പ്രഷറിൽ നിന്ന് ലോ പ്രഷറിലേക്ക് മാത്രമേ എന്ത് ചെയ്യുള്ളൂ, വാട്ടർ ഫ്ലോ ചെയ്യുള്ളൂ. അപ്പോൾ നമ്മൾ എവിടെയെങ്കിലും ഒരു ലോ പ്രഷർ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഹൈ പ്രഷറിൽ നിന്ന് ആ വാട്ടർ അല്ലെങ്കിൽ ആ ഫ്ലൂയിഡ് ലോ പ്രഷറിലേക്ക് എപ്പോഴും ഫ്ലോ ചെയ്യും. സോ ഇനി നമുക്ക് ഇതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് നോക്കാം. സോ ഇനിഷ്യലി രണ്ട് വാൽവും ക്ലോസ്ഡ് ആയിരിക്കും. സോ വാട്ടർ വന്ന് പുഷ് ചെയ്താൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ഈ വാൽവ് തുറക്കത്തുള്ളൂ. അപ്പോൾ ഇനിഷ്യലി ഇവിടെ വാട്ടർ ഒന്നും ഇല്ല. സോ രണ്ട് വാൽവും ക്ലോസ്ഡ് ആണ്. ഈ ഫിഗറിൽ തുറന്നിരിക്കുന്ന കണ്ടീഷനാണ് കാണിച്ചേക്കുന്നത്. നിങ്ങൾ ഇമാജിൻ ചെയ്യുക, എന്താണ് ഇത് സ്ട്രൈറ്റ് ആയിട്ട് ഇങ്ങനെ ക്ലോസ് ആയിരിക്കുകയാണ് രണ്ട് വാൽവ്. ദെൻ നമ്മൾ ഈ ക്രാങ്കിനെ ഒരു ഇലക്ട്രിക് മോട്ടോർ യൂസ് ചെയ്തിട്ട് നമ്മൾ ഇതിനെ എന്ത് ചെയ്യും, റൊട്ടേറ്റ് ചെയ്യിപ്പിക്കും. സോ ഇതിൽ എ എന്ന് പറയുന്ന പൊസിഷൻ കണ്ടോ, ക്രാങ്ക് എ എന്ന് പറയുന്ന പൊസിഷനിൽ എത്തുമ്പോൾ നമ്മളെ പിസ്റ്റൺ എക്സ്ട്രീം ലെഫ്റ്റ് സൈഡിലാവും, ശരിയല്ലേ? അതായത് ഈ ഒരു റോഡ് റൊട്ടേറ്റ് ചെയ്ത് എ എന്ന് പറയുന്ന പൊസിഷനിൽ എത്തുമ്പോൾ ഈ പിസ്റ്റൺ എന്ന് പറയുന്നത് ഏറ്റവും എക്സ്ട്രീം ആയിട്ടുള്ള പൊസിഷനിലായിരിക്കും. അതിനുശേഷവും ക്രാങ്ക് റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ന് സിയിലേക്ക് റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പിസ്റ്റൺ എന്ത് ചെയ്യും, പിറകിലേക്ക് വരും അല്ലേ? സോ വാൽവ് രണ്ടും ക്ലോസ് ആണ്, പിസ്റ്റൺ എന്ത് ചെയ്യും, പിറകിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ എന്ത് ചെയ്യും, ഒരു വാക്യൂം ക്രിയേറ്റ് ആവും. സോ ഇനിഷ്യലി വാൽവ് രണ്ടും ക്ലോസ്ഡ് ആണ്. സോ എന്ത് ചെയ്യും, നമ്മൾ ക്രാങ്ക് എ ടു സി മൂവ് ചെയ്യുമ്പോൾ പിസ്റ്റൺ പിറകിലേക്ക് പോകും, അതായത് റൈറ്റ് സൈഡിലേക്ക് മൂവ് ചെയ്യും. സോ എന്ത് വരും, ഇവിടെ ഒരു വാക്യൂം ക്രിയേറ്റ് ആവും, പാർഷ്യൽ വാക്യൂം, കംപ്ലീറ്റ് വാക്യൂം അല്ല, ചെറിയൊരു പ്രഷർ ലോസ് ഉണ്ടാവും, അല്ലെങ്കിൽ എന്താണ്, വാക്യൂം ക്രിയേറ്റ് ആവും. സോ നമുക്കറിയാം വാട്ടർ വിൽ ഫ്ലോ ഫ്രം ഹൈ പ്രഷർ ടു ലോ പ്രഷർ. ഹൈ പ്രഷറിൽ നിന്ന് ലോ പ്രഷറിലോട്ട് എന്ത് ചെയ്യും, വാട്ടർ ഫ്ലോ ചെയ്യും. നോക്കിക്കേ, സമ്പിൽ എത്ര പ്രഷറാണ് ആക്ട് ചെയ്യുന്നത്, സമ്പിൽ അറ്റ്മോസ്ഫറിക് പ്രഷർ ആക്റ്റീവ് ആണ്, അതായത് 1 bar പ്രഷർ ആക്റ്റീവ് ആണ്. പക്ഷേ ഈ സിലിണ്ടറിനകത്ത് പാർഷ്യൽ വാക്യൂം, അതായത് അറ്റ്മോസ്ഫറിക് പ്രഷറിനെക്കാട്ടിയും കുറവായിരിക്കും പ്രഷർ. എപ്പോൾ, ഈ ഒരു മോഷൻ നടക്കുമ്പോൾ. അപ്പോൾ പിസ്റ്റൺ പിറകിലേക്ക് പോകുമ്പോൾ ഇതിനകത്തൊരു പാർഷ്യൽ വാക്യൂം ഉണ്ടാവും. ആ പാർഷ്യൽ വാക്യൂം കാരണം എന്ത് ചെയ്യും, ഇതിനകത്തുള്ള പ്രഷർ കുറയും. സോ സമ്പിലുള്ള 1 atmospheric പ്രഷറിലുള്ള വാട്ടർ, സമ്പിലെ വാട്ടറിൻ്റെ പ്രഷർ 1 atmospheric പ്രഷറാണ്, ആ പ്രഷർ ഹൈ ആണ്. ഈ ഒരു പിസ്റ്റൺ സിലിണ്ടർ അറേഞ്ച്മെൻറ്റിനകത്തുള്ള പ്രഷറിനെക്കാട്ടി ഹൈ ആയിരിക്കും സമ്പ് ലെവലിലെ വാട്ടറിൻ്റെ പ്രഷർ. സോ എന്ത് ചെയ്യും, ഹൈ പ്രഷറിൽ നിന്ന് ലോ പ്രഷറിലേക്ക് വാട്ടർ ഫ്ലോ ചെയ്യും. സോ വാട്ടർ എന്ത് ചെയ്യും, ഇതുവഴി കയറി വരും. ഇതുവഴി കയറി വരുമ്പോഴത്തേക്ക് എന്താണ്, ഇത് നോൺ റിട്ടേൺ വാൽവാണ്. പക്ഷേ എന്ത് ചെയ്യും, ഇത് ഈ ഒരു ഡയറക്ഷൻ, അതായത് സക്ഷൻ പൈപ്പിൽ നിന്ന് സിലിണ്ടറിലേക്ക് അത് ഓപ്പൺ ചെയ്യും. സിലിണ്ടറിലേക്ക് വാട്ടറിന് പോകാൻ എന്ത് ചെയ്യും, ഓപ്പൺ ആവും. സോ മുകളിലേക്ക് ഓപ്പൺ ആവും. സോ എന്ത് ചെയ്യും, സക്ഷൻ പൈപ്പ് വഴി നമ്മുടെ സിലിണ്ടറിനകത്തേക്ക് വാട്ടർ ഫില്ലാവും. സോ നമ്മുടെ ക്രാങ്ക് എയിൽ നിന്ന് സിയിൽ എത്തുമ്പോൾ എന്ത് പറ്റും, പിസ്റ്റൺ ബാക്കിലേക്ക് മൂവ് ചെയ്ത് ഈ ഒരു എൻഡ് പൊസിഷനിലെത്തും, റൈറ്റ് പൊസിഷനിലെ എൻഡ് പൊസിഷനിലേക്ക് എത്തും. ദെൻ അത്രയും വോളിയത്തിലേക്ക് എന്ത് ചെയ്യും, വാട്ടർ ഫില്ലാവും. സോ പിസ്റ്റണിങ് എൻഡിലെത്തി, ഈ എൻഡിലെത്തി. സോ അത്രയും വോളിയം വാട്ടർ ഫില്ലായി. ദെൻ നമ്മളെ ക്രാങ്ക് എന്ത് ചെയ്യും, സി ടു എ ഇതുവഴി ഇങ്ങോട്ട് മൂവ് ചെയ്യും. സോ ആ സമയത്ത് പിസ്റ്റൺ എന്ത് ചെയ്യും, വീണ്ടും ലെഫ്റ്റ് പൊസിഷനിലേക്ക് മൂവ് ചെയ്യാൻ തുടങ്ങും. എന്ത് ചെയ്യും, ഇതിനകത്ത് ഫില്ലായിരിക്കുന്ന വാട്ടറിനെ ത്രസ്റ്റ് ഫോഴ്സ് കൊടുക്കും, അല്ലെങ്കിൽ വാട്ടറിനെ എന്ത് ചെയ്യും, ഈ പിസ്റ്റൺ വന്ന് പുഷ് ചെയ്യാൻ തുടങ്ങും. സോ അല്ലെങ്കിൽ ത്രസ്റ്റ് ഫോഴ്സ് കൊടുക്കും. ആ ത്രസ്റ്റ് ഫോഴ്സ് കൊടുക്കുമ്പോൾ എന്ത് പറ്റും, ഇതിനകത്തുള്ള ഫ്ലൂയിഡിന് എന്ത് ചെയ്യാൻ പറ്റില്ല, താഴേക്ക് പോകാൻ പറ്റില്ല. ഇതെന്താണ്, നോൺ റിട്ടേൺ വാൽവാണ്.
സോ പിന്നെ അതിന് പോകാൻ പറ്റുന്നത് എങ്ങോട്ടാണ്? മുകളിലേക്കായിരിക്കും പോകാൻ പോകുന്നത്. സോ എന്ത് ചെയ്യും? ആക്ച്വലി ഇത് ത്രസ്റ്റ് ഫോഴ്സ് കൊടുക്കുമ്പോൾ ഇതിനകത്ത് ഫില്ലായ ഫ്ലൂയിഡിൻ്റെ പ്രഷർ ഇൻക്രീസ് ചെയ്യും. ആ പ്രഷർ ഇൻക്രീസ് ചെയ്ത ഫ്ലൂയിഡ് നമ്മുടെ ഡെലിവറി വാൽവ് ഓപ്പൺ ആയിട്ട് ഡെലിവറി പൈപ്പ് വഴി ഡെലിവറി ടാങ്കിലേക്ക് പോകും. സോ ഇതാണ് ഇതിൻ്റെ വർക്കിംഗ്. സോ വാട്ടർ മുകളിലേക്ക് ഈ ഡെലിവറി പൈപ്പിലേക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ അതിന് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, താഴേക്ക് വരാൻ പറ്റില്ല. കാരണം എന്ത് ചെയ്യും? നമ്മുടെ നോൺ റിട്ടേൺ ഡെലിവറി വാൽവ് ഉണ്ട്. ഡെലിവറി വാൽവ് എന്ത് ചെയ്യില്ല, ഡെലിവറി പൈപ്പിൽ നിന്ന് നമ്മുടെ സിലിണ്ടറിലേക്ക് ഫ്ലോ ചെയ്യാൻ അനുവദിക്കത്തില്ല. അപ്പോൾ ഈ ഒരു ഡെലിവറി വാൽവിൻ്റെ മുകളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ വാട്ടർ ഒരിക്കലും എന്ത് ചെയ്യില്ല, താഴേക്ക് വരത്തില്ല. സോ ഈ ഒരു പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. പിസ്റ്റൺ ടു ആൻഡ് ഫ്രോ മോഷൻ ചെയ്തുകൊണ്ടിരിക്കും. സോ എന്ത് ചെയ്യും? ഇതിനകത്തേക്ക് വാട്ടർ എൻ്റർ ചെയ്യുന്നു. വാട്ടർ ഈ പിസ്റ്റൺ പുഷ് ചെയ്ത് മുകളിലേക്ക് വിടുന്നു. അഗെയിൻ എന്ത് ചെയ്യുന്നു? പിസ്റ്റൺ ബാക്ക്വേർഡ് സൈഡിലേക്ക് പോകുന്നു. വാക്യൂം ക്രിയേറ്റ് ആവുന്നു. സമ്പ് ലെവലിൽ നിന്ന് വാട്ടർ ഈ ഒരു പിസ്റ്റണിലേക്ക് അല്ലെങ്കിൽ സിലിണ്ടറിലേക്ക് ഫില്ലാവുന്നു. അതിനെ എന്ത് ചെയ്യുന്നു? വീണ്ടും ത്രസ്റ്റ് ഫോഴ്സ് ഉപയോഗിച്ച് പ്രഷർ ഇൻക്രീസ് ചെയ്ത് വീണ്ടും ഡെലിവറി പൈപ്പിലേക്ക് വിടുന്നു. സോ ഇങ്ങനെയാണ് നമ്മുടെ റെസിപ്രോക്കേറ്റിംഗ് പമ്പ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ റെസിപ്രോക്കേറ്റിംഗ് പമ്പ് നമ്മൾ ഈ ഒരു ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ വാട്ടറിനെ എത്ര ഹൈറ്റിലേക്കാണ് ലിഫ്റ്റ് ചെയ്യുന്നത്? ടോട്ടൽ സക്ഷൻ ഹെഡ് പ്ലസ് ഡെലിവറി ഹെഡ്, അത്രയും ഹൈറ്റ്, HS പ്ലസ് HD എന്ന് പറയുന്നതാണ് നമ്മുടെ ടോട്ടൽ ഹെഡ് എന്ന് പറയുന്നത്. സോ അത്രയും ഹൈറ്റിലേക്കാണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ വാട്ടറിനെ ഇവിടെ നിന്ന് ലിഫ്റ്റ് ചെയ്ത് മുകളിലെത്തിക്കുന്നത്. അത്രയും ഹൈറ്റിലേക്ക് എന്ത് ചെയ്യുന്നു? വാട്ടറിനെ ലിഫ്റ്റ് ചെയ്യുന്നു. സോ നമുക്കറിയാം വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. 1 കിലോഗ്രാം വെയിറ്റിനെ നമ്മൾ 1 മീറ്റർ ഹൈറ്റിലേക്ക് ഉയർത്തി കഴിഞ്ഞാൽ അവിടെ ഉള്ള വർക്ക് എന്തായിരിക്കും? 1 കിലോഗ്രാം വെയിറ്റ് ഇൻറ്റു എത്ര ഹൈറ്റിലേക്കാണോ അത് ഉയർത്തിയത്, ആ വെയിറ്റ് ഉയർത്തിയത്, ആ ഹൈറ്റ്. സോ വർക്ക് ഡൺ എന്ന് പറയുന്നത് എന്താണ്? ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. അല്ലെങ്കിൽ ഫോഴ്സ് ഇൻറ്റു ഹൈറ്റിലേക്ക് ലിഫ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഫോഴ്സ് ഇൻറ്റു ഹൈറ്റ് ആണ്. സോ ഇവിടുത്തെ ഫോഴ്സ് എന്ന് പറയുന്നത് എന്താണ്? വാട്ടറിൻ്റെ വെയിറ്റ് ആണ്. എത്ര വെയിറ്റ് ഓഫ് വാട്ടർ ആണോ ലിഫ്റ്റ് ചെയ്തത് അത്രയും ഫോഴ്സ് ആണ് നമ്മൾ കൊടുത്തത്. സോ ഇവിടെ വർക്ക് കണ്ടുപിടിക്കാൻ നമ്മൾ ചെയ്യുന്നത് വെയിറ്റ് ഓഫ് വാട്ടർ ലിഫ്റ്റഡ്, എത്ര വെയിറ്റ് ഫ്ലൂയിഡ് ആണോ ലിഫ്റ്റ് ചെയ്യുന്നത് ഇൻറ്റു എത്ര ഹൈറ്റിലേക്കാണോ ലിഫ്റ്റ് ചെയ്യുന്നത് ആ ഹൈറ്റ്. സോ W ഇൻറ്റു H, അതാണ് ഇവിടുത്തെ വർക്ക് ഡൺ എന്ന് പറയുന്നത്. W എന്താണ്? W ഈസ് വെയിറ്റ് ഓഫ് വാട്ടർ. സോ എത്ര വെയിറ്റ് ഓഫ് വാട്ടർ ആണ് നമ്മൾ ലിഫ്റ്റ് ചെയ്യുന്നത് ഇൻറ്റു ടോട്ടൽ ഹെഡ്. സോ ടോട്ടൽ ഹെഡ് എന്താണ്? HD പ്ലസ് HS, സക്ഷൻ ഹെഡ് പ്ലസ് ഡെലിവറി ഹെഡ് ആണെന്ത്? ഈ ടോട്ടൽ ഹെഡ് എന്ന് പറയുന്നത്. W എന്താണ്? W ഈസ് ദി വെയിറ്റ് ഓഫ് വാട്ടർ. എത്ര വെയിറ്റ് ഓഫ് വാട്ടർ ആണ് ഒരു സെക്കൻഡിൽ നമ്മൾ മുകളിലേക്ക് ലിഫ്റ്റ് ചെയ്യുന്നത്. സോ വെയിറ്റിൻ്റെ യൂണിറ്റ് എന്താണ്? വെയിറ്റിൻ്റെ യൂണിറ്റ് ഒബിയസ്ലി ന്യൂട്ടൺ, ഫോഴ്സിൻ്റെ യൂണിറ്റാണ്. സോ ഇതെന്താണ്? ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ് തന്നെയാണ്. ദാറ്റ് വിൽ ബി ഈക്വൽ ടു വർക്ക്.